നല്ലവനായ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കണം പിതാവേ. ഈ വചനം പറയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ നാവിനോട് ചേർന്നിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൈശാചിന്മ ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകണമേ കർത്താവേ. ഇത് കേൾക്കുമ്പോൾ, ഇത് സംസാരിക്കുമ്പോൾ ദൈവമേ, ഇത് കേൾക്കുന്നവർക്ക് ഉള്ളിൽ ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നടക്കണം. ഓരോ വീടും ഓരോ മക്കളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നടക്കണം. യേശു നാമത്തിൽ തന്നെ ആമേൻ. ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം. കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറില്ല. മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. കണ്ണ് ദുഷിച്ചെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും. അതുകൊണ്ട് നിന്നുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. ഇരുടടഞ്ഞ ഒരു പാകവുമില്ലാതെ ശരീരം മുഴുവൻ പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്ന പോലെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കും. വിളക്ക് കൊളുത്തി ആരും നിലവറയിലോ പറയുടെ കീഴിലോ വയ്ക്കാറ്. കാര്യം വെളിച്ചമാണ് വിളക്ക്. നമ്മൾ തമ്പുരാൻ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന എന്നിൽ കൂടി കടക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുന്നില്ലെന്ന് പറയും. അന്നേരം പ്രകാശമാകുന്ന വെളിച്ചം നമ്മുടെ ഹൃദയത്തിലേക്ക് കത്തുമ്പോഴാണ് ദൈവം ജ്വലിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് എത്തുമ്പോൾ അത് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് നമ്മളെ ജ്വലിപ്പിക്കണം. ഒരു വ്യക്തി അതായത് ജ്വലിക്കുന്ന ഹൃദയത്തോട് ജ്വലിക്കുമ്പോഴാണ് അവൻ്റെ മുഖത്ത് പ്രകാശം ഉണ്ടാകുന്നത്. അല്ലാതെ എത്ര പൗഡർ തേച്ചെന്ന് പറഞ്ഞാലും എന്തൊക്കെ തേറ്റെന്ന് പറഞ്ഞാലും അവർ എത്ര തേച്ചെന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്നുണ്ടാകുന്ന വെളിച്ചമാണ് നിന്നെ പ്രകാശിപ്പിക്കുന്നത്. അല്ല, ഇരുണ്ടുപോകും. ദൈവം കൂടാതെ ഒരു വെളിച്ചവും നമുക്കുണ്ടാകത്തില്ല. ദൈവമാണ് നമുക്ക് വെളിച്ചം തരുന്നത്. ദൈവത്തിൽ കൂടി നടക്കുമ്പോഴാണ് വെളിച്ചം ഉണ്ടാകുക. കർത്താവ് പറയുന്നു, വഴി ഇതിലേക്കൂടെ വരണോ, കഷ്ടത്തിൻ്റെ അപ്പം തിന്നുന്നാലും ക്ലേശത്തിൻ്റെ ജലം കുടിച്ചെന്നാലും നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. ഇതാണ് വഴി, ഇതിലേക്കൂടെ. ഇന്ന് ആ വഴി കൂടി ദൈവത്തിൻ്റെ വചനമാകുന്ന വഴിയിൽ കൂടി നമ്മൾ പോകണം. അതാണ് കർത്താവ് പറഞ്ഞത്. അതായത് ഇടുങ്ങിയ വഴി വിശാല വഴിയാണ്. വിശാല വഴി നാശത്തിൻ്റെ വഴിയാണ്. ഇടുങ്ങിയ വഴിയോ പ്രകാശത്തിൻ്റെ വഴി, ദൈവത്തിനെ കണ്ടെത്താനുള്ള വഴി. ദൈവം നമ്മളിലേക്ക് ഉദിപ്പിച്ചിറങ്ങുമ്പോൾ ദൈവത്തിൻ്റെ പ്രകാശമാകുന്ന പ്രകാശം നമ്മൾ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ തുറന്നു കൊടുക്കണം. ഹൃദയങ്ങൾ തുറന്ന് ആരെങ്കിലും സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നാൽ ഞാൻ അതിനോടുകൂടെ അത്താഴം കഴിക്കുന്ന കർത്താവ് പറഞ്ഞു. നമ്മൾ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രകാശിക്കുമ്പോഴാണ് നമ്മുടെ പ്രകാശം ഹൃദയത്തിൽ നിന്നും വെളിച്ചമുണ്ടാകും. അതാണ് പറഞ്ഞത്. അതായത് നിലവറയിൽ പാറയുടെ കീഴിലോ വയ്ക്കാറില്ല, മറിച്ച് അകത്ത് പ്രവേശിക്കുന്നവർക്ക് വെളിച്ചം കാണാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നത്. നമ്മൾ ഒരിക്കലും പാറയുടെ കീഴിൽ വെച്ച് കഴിഞ്ഞാൽ ആരും കാണുന്നില്ല. പക്ഷേ എന്തിനാ മനുഷ്യൻ വിളക്ക് വെക്കുന്നത്? വെളിച്ചമാണ്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന പോലെ ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിച്ചം നമ്മൾ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ആ വെളിച്ചം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ലോകത്തിനുള്ള പ്രകാശമായി മാറുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതായത് വെളിച്ചം കാണുവാൻ പീഠത്തിന്മേലാണ് വയ്ക്കുന്നതെന്ന്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ വിളക്ക് കണ്ണാണ്. ഈ കണ്ണുകൊണ്ടാണ് ഇല്ലാത്ത പാപങ്ങളെല്ലാം വേറ്റിപ്രതി അത് ഹൃദയത്തിലേക്ക് കൊടുത്ത് അത് പല പാപങ്ങളിലേക്ക് വേർതിരിച്ചു വിടുന്ന കണ്ണാണ്. കണ്ണ് തലച്ചോറിലേക്ക് കൊടുക്കും, അത് പിന്നെ ഹൃദയത്തിലേക്ക് കൊടുക്കും. ഹൃദയങ്ങളാണ് സപ്ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കണ്ണ് ഇരുട്ടിൻ്റെ വഴി മാറി വെളിച്ചത്തിൻ്റെ വഴിയിലേക്ക് നമ്മൾ പോകണം. ഈ കണ്ണുകൊണ്ടുമാണ് സകലവിധമായ പാപങ്ങളും ചെയ്യുന്നത്. പാപം ചെയ്യുവാൻ ഈ കണ്ണാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്. നമ്മളെപ്പോഴും ആ കണ്ണിൻ്റെ വേല ചെയ്യുന്നത് എന്താണ്? നല്ല വെളിച്ചമുള്ള കണ്ണ് നമ്മൾ കാണണം. ഈ വെളിച്ചമുള്ള കണ്ണ് കാണണമെങ്കിൽ ദൈവം തമ്പുരാൻ്റെ എന്ത് ചെയ്യണം? പ്രകാശം ഉണ്ടാകണം. പ്രകാശം എന്ത് വേണം? ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം നമ്മളുണ്ടാകണം. കണ്ണ് എപ്പോഴും ഇരുളിലേക്കാണ് പോകുന്നത്. കണ്ണ് പാപത്തിലേക്കാണ് കൊണ്ട് കൊടുക്കുന്നത്. കണ്ണുകൾ കൊണ്ട് പാപമാണ്. ഏറ്റവും കൂടുതൽ പാപം ചെയ്യുന്ന കണ്ണുകൊണ്ടാണ്. കണ്ണാണ് പാപത്തിൻ്റെ ഏറ്റവും അതായത് ഒന്നാമത്തെ ഉന്മൂലനാശത്തിൻ്റെ കാരണം കണ്ണ്. അതായത് തമ്പുരാൻ പറയുന്നുണ്ട്, വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാണ്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. അതായത് കണ്ണിന് ഇതില്ല, പാപമില്ല എങ്കിൽ കണ്ണ് മുഴുവൻ അതായത് ശരീരത്തിൻ്റെ മൊത്തം ഇരുട്ടിനെയും വെളിച്ചത്തെ ഉണ്ടാക്കുന്ന കണ്ണാണ് മുഴുവൻ പ്രകാശം. കണ്ണ് ദുഷിച്ചെങ്കിലോ ശരീരം മൊത്തം മുഴുവനും ഇരുണ്ടുപോകും. അതായത് ഒരു മനുഷ്യനെ നന്മ തിന്മകളെ ചെയ്യാനുള്ള പഴം ഏതെങ്കിലും തോട്ടത്തിൽ നിൽക്കുന്ന നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ മരിക്കുമെന്ന്
ഏതേൻ തോട്ടം നല്ലു നിൽക്കുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നാണ് നീ മരിക്കുമെന്ന് ആദാമിൻ്റെ രീപവായിരിക്കും പറഞ്ഞപ്പോൾ അവരാ കണ്ണുകൊണ്ട് ഉടയ്ക്കതാണ്. പാവത്ത് മെയിനായിട്ട് കണ്ട് നല്ലതെന്ന് തോന്നി അവർ പോയി കഴിക്കും, പാവം വായിക്കണം എന്ന് പറഞ്ഞ പോലെ മുഴുവൻ കണ്ണ് ദുഷിച്ചെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ട് പോകും. അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിച്ചു കൊള്ളുക. നമ്മളെപ്പോഴും കാണുന്ന ഇരുട്ടാണ്. നല്ലതാരും പറയുന്നില്ല, നല്ലത് ചെയ്തു, ആരെങ്കിലും നല്ലത് ചെയ്തെന്ന് പറയാറുണ്ടോ? നമ്മുടെ ബലഹീനതയാണ് നമ്മളെ ജനങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇന്ന് യേശുതമ്പുരാൻ പലതും ചെയ്തു, പക്ഷേ തമ്പുരാനെ ഇരുത്തി കാണുവാൻ അവൻ തച്ചൻ്റെ മകനാണോ എന്ന് ചോദിച്ചു. ഇന്ന് പറഞ്ഞ ലോകത്തിൻ്റെ മുന്നിൽ വെളിച്ചം ഇത്തിരി പാടാണ്. ആ വെളിച്ചത്തിലേക്ക് കണ്ണ് കാണുമ്പോൾ, വെളിച്ചത്തിലേക്ക് കണ്ണ് തുറക്കുമ്പോൾ സാത്താൻ ഉടനെ വന്ന് പറയും ഇരുട്ടാക്കി തരും. ആരാ അവൻ്റെ ജോലി? അവൻ്റെ ജോലി ഇരുട്ടിൽ നിൽക്കുന്നതാണ്. ഇരുളാണ് അവനെപ്പോഴും ഇഷ്ടം. വെളിച്ചത്തിൻ്റെ ഇഷ്ടം തമ്പുരാനിലേക്കാണ്. വെളിച്ചം തമ്പുരാൻ തന്നെ ആദ്യം ഏതെങ്കിലും തോട്ടത്തിൽ, അതായത് ഈ ലോകം ഉണ്ടായപ്പോൾ വെളിച്ചം കാണട്ടെ, ഉണ്ടായത് നല്ലതെന്ന് തോന്നി, വെളിച്ചം ഉണ്ടാവട്ടെ എന്നുണ്ടായി. പിന്നെ ഇരുട്ടിനെ സംഭവിച്ചു. അന്നേരം നമ്മൾ പറയുന്നതിൻ്റെ കൂട്ടല്ല, ജീവിതത്തിൽ മുന്നിൽ നമ്മൾ ദൈവത്തിനെ പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധിയാക്കി കൊടുക്കണം. എങ്കിൽ മാത്രമേ വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചത്തെ എങ്ങനെ പ്രകാശിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നിൽ വരുമ്പോൾ നീ ശക്തി പ്രാപിക്കും. യെരൂശലേമിലും യഹൂദയിലും സമരയായാലും നിന്റെ സാക്ഷികളാകണം. അതായത് അതുകൊണ്ട് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളു. ആ വെളിച്ചത്തെ ഇരുട്ടാക്കിക്കൊണ്ട് ഈ സാത്താനാകുന്ന ഈ ലോകത്ത് സാത്താൻ്റെ ഈ അധിനിവേശം ഇന്ന് സാത്താൻ്റെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥിക്കാൻ ഉറക്കമാണ്, പ്രാർത്ഥിക്കുമ്പം അസ്വസ്ഥയാണ്, ഉറക്കം വീഴുക. പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും വല്ലവരുടെയും കുറ്റങ്ങൾ പറയണം, പ്രാർത്ഥിക്കാൻ സമയമില്ല. ഇന്ന് നമ്മളെ ഈ ജനം പ്രാർത്ഥിക്കാൻ സമയമില്ല. പ്രാർത്ഥിക്കാൻ മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ പ്രാർത്ഥന. അതിനെ ഇരുട്ടിനെ വെളിച്ചമാക്കണം നമ്മൾ. ആ വെളിച്ചത്തിൽ കൂടിയാണ് നടക്കുന്നത്. അമേരിക്കൻ്റെ സാക്ഷ്യം, അതായത് ഒരു പ്രതിമയുടെ മണ്ടയ്ക്ക് വെളിച്ചം കാണിക്കും. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്ന എന്നിൽ കൂടി നടക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നെന്നാവും അതിൻ്റെ അർത്ഥം. നമ്മളെ വെളിച്ചത്തെ ഇരുട്ടാക്കിക്കൊണ്ട് നടക്കാതെ വെളിച്ചമായി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ ദൈവത്തെ വിളിച്ചിട്ട് കഥയില്ല. ശരീരം മുഴുവൻ പ്രകാശിക്കും. നിറഞ്ഞതാണെങ്കിലോ, പ്രകാശം നിറഞ്ഞതാണെങ്കിൽ വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്നത് പോലെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കട്ടെ. അതാണ് തമ്പുരാൻ പറയുന്നത്. വിളക്ക് അതിൻ്റെ രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം, അതിൻ്റെ ആ പ്രകാശം നിനക്ക് വെളിച്ചം തരുന്നില്ല എങ്കിൽ, അതാണ് പറഞ്ഞത് തമ്പുരാൻ, രശ്മികൾ കൊണ്ട് നിനക്ക് വെളിച്ചം തരുന്ന പോലെ ശരീരം മുഴുവൻ പ്രകാശമായിരിക്കട്ടെ. ആ വെളിച്ചമാണ് നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. നമ്മുടെ കണ്ണിനെ ഇരുട്ടാക്കാതെ പറയും കീഴി വെക്കുന്ന വിളക്ക് തന്നിന്മേലത്ര എല്ലാവരും പ്രകാശിച്ച് കാണാനും. പറയും കീഴി പോയി കഴിഞ്ഞാൽ വിളക്ക് അണയുകയും ചെയ്യും, ആർക്കും കാണാൻ പറ്റത്തില്ല. അതാ പറഞ്ഞാൽ തന്നിന്മേൽ വെക്കുമ്പോൾ പ്രകാശിക്കുന്ന ആ പ്രകാശം നമ്മളുടെ ദൈവത്തിൻ്റെ അഭിഷേകം ഇറങ്ങുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി മാറുവാൻ നമ്മൾ കനിയണം. നമ്മൾ പ്രാർത്ഥിക്കണം. 2 or 3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ കർത്താവുണ്ടെന്ന് പറഞ്ഞ് എൻ്റെ കർത്താവിനെ അറിയാനോ കേൾക്കാനോ സംസാരിക്കാൻ ആർക്കും സമയമില്ല. ആ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധ അഭിഷേകം ഇറങ്ങി, ദൈവത്തിൻ്റെ കരുണകൾ ഇറങ്ങി, ദൈവത്തിൻ്റെ പരിശുദ്ധം ഇറങ്ങി ഇടപെടണം. നമ്മൾ പ്രാർത്ഥിക്കണം. നിരന്തരം എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. ഈ ബലഹീനായ എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. രാത്രി ഉറക്കം തൂങ്ങി വീഴും. നേരം ആ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അനേകരുടെ ദുരാത്മാക്കൾ എൻ്റെ ഇടയ്ക്കിലേക്ക്, നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ഓരോ നിമിഷത്തിൻ്റെയും വളർച്ച. അതുകൊണ്ട് ഈ കേൾക്കുന്നവരെല്ലാവരും കൂടെ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നല്ല രാത്രി വെളുപ്പാങ്കാലത്ത് 3 മണിക്ക് നീച്ചു കഴിഞ്ഞാൽ ഉറക്കമില്ലാതിരുന്ന് പ്രാർത്ഥിക്കുവാൻ, അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അനേകരെ നേടുവാൻ നിങ്ങളുടെ പ്രാർത്ഥന എന്നോടുകൂടെ ഒപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷയങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ, അനേകരെ ആത്മാക്കളെ നേടുന്നവരായി പിതാവെ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലോ ബിരുദ പ്രാപിക്കുന്ന ചുരുക്കം ചിലവർ ഈ പ്രാർത്ഥന കൊണ്ട് പിതാവെ അനേകരെ നേടുവാൻ നീ ഞങ്ങൾ കൃപ തരുന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന കർത്താവ്. വീണ്ടും തുടർച്ചയായി സംരക്ഷണം ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. തടസ്സങ്ങൾ ദൈവമേ, ഞങ്ങൾക്ക് തടസ്സങ്ങളെ എടുത്തു മാറ്റി ദൈവത്തിൻ്റെ അഭിഷേകം കൊണ്ട് അനേകരിലേക്ക് എത്തിക്കുവാൻ ദൈവമേ വാഞ്ചിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. എല്ലാ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കഞ്ചാവ്, മയക്കുമരുന്ന്, എല്ലാ പാപത്തിൻ്റെ കെട്ടുകളിൽ അടിമയായി കിടക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. പരിശുദ്ധാത്മാവ് അഭിഷേകം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പറ്റ. നീ ഇന്ന് ഈ ലോകത്ത് ഓരോ ദിവസം കഴിയുമ്പോൾ തോറും അനിഷ്ട സംഭവങ്ങളാണല്ലോ ഞങ്ങൾ കേൾക്കുന്ന കർത്താവേ. അപ്പച്ച
ഇന്ന് രാത്രി നിമിഷങ്ങൾ പിതാവെ ഞങ്ങൾക്ക് ആപത്തോ അനത്രമൊക്കെ എടുത്ത് മാറ്റി ഒരു ജീവിതം, ഒരു ജീവൻ കൂടി, ഒരു ദിവസം കൂടി ജീവിക്കുവാൻ അനുവാദം തന്ന കൃപയ്ക്കായി നന്ദി പറയുന്ന അപ്പച്ച. എത്രയോ എണ്ണം മരണമയ്യായി കടന്നു പോകുമ്പോൾ എൻ്റെ പിതാവേ, നിന്നെ നോക്കിയവരെല്ലാവരും പ്രകാശരായി ഒരുവൻ പോലും നശിച്ചിട്ടെന്ന് പറഞ്ഞ കർത്താവ്, നിന്റെ മുഖത്ത് നോക്കി ഓടുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഓരോ ദിവസം കഴിയുന്തോറും ഞങ്ങൾ അവക്കല്ലരോട് അടുത്ത് വരികയാണ് കർത്താവേ. നിന്റെ മാറോട് ചേർത്ത് വിളിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇടപെടണമേ, സംസാരിക്കണമേ കർത്താവേ. എത്രയോണം ഹോസ്പിറ്റലിൽ പ്രാപിച്ച് കിടക്കുമ്പോൾ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങൾ അവിടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എത്രയോ മാതാപിതാക്കൾ മക്കളെ ചൊല്ലിക്കരയുമ്പോൾ കർത്താവേ, നീ ഇടണമേ, പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകാത്മാക്കളെ നിന്റെ കരങ്ങളിലേക്ക് എടുക്കുവാൻ തക്കോണം കർത്താവേ. ഇന്ന് ദൈവം പറയുന്നു ദൈവമില്ല എന്ന മൂഢം തന്റെ ഹൃദയത്തിൽ പറഞ്ഞു അനേക മക്കൾ ദൈവമേ, ഇന്ന് ദൈവമില്ലെന്ന് പറയുന്ന മക്കളുടെ മേൽ കർത്താവേ ദൈവത്തിന്റെ അഭിഷേകം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല വഴിയും വാതിലും നീ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടവാതിൽ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ആത്മഹത്യ പ്രവണതയുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു നേരത്തെ ആഹാരമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. രോഗികളായ മക്കളെ എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് കയറുന്നു കർത്താവേ. നീ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാനേ കഴിയും കർത്താവേ. പ്രവർത്തിക്കുന്നവനാണല്ലോ നീ എന്ന് ഞങ്ങൾ പറയുന്നു കർത്താവേ. എൻ്റെ കരങ്ങൾ കുറുകിയിട്ടില്ല, എൻ്റെ കൈകൾ മാന്ദ്യം സംഭവിച്ചിട്ടില്ല, നിന്റെ കാതുകൾക്ക് ദൈവമേ മാന്ദ്യം സംഭവിച്ചിട്ടെന്ന് പറഞ്ഞ കർത്താവേ. ദൈവമേ, പ്രാർത്ഥന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവേ. ഇന്ന് ദൈവമേ, നാളത്തെ ജീവിതമോർത്ത് പാരപ്പെടുന്ന അനേകം മക്കളുണ്ട്, വീടില്ലാത്തവരുണ്ട് കർത്താവേ. കടബാധയിൽ കിടക്കുന്നവര്, ജപ്തി നോട്ടീസിൽ കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രായമെത്തി യുവാക്കളെ നിന്റെ കരങ്ങൾക്ക് കർത്താവേ. എത്രയോ നാളുകളുമേ പ്രാർത്ഥിച്ച് എത്രയോ യുവജനങ്ങൾക്ക് ഭാര്യ സ്ത്രീകളെ കിട്ടുന്നില്ല കർത്താവേ. നീ ഇടപെടണേ, സംസാരിക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ അഭിഷേകം രോഗിയായി കിടക്കുന്ന രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെ നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. എയ്ഡ്സ് രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മെന്റൽ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മുട്ടിന് തേയ്മാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സന്ധിവാദത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ത്വക്ക് രോഗത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കിഡ്നി സംബന്ധമായ രോഗങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ. ചെവിയുടെ കേൾവി, ബ്രെയിൻ ട്യൂമർ, തലയുടെ തലമുടി പൊഴിയുന്നത്, നരമ്പ് രോഗങ്ങൾ, ഇതെല്ലാം നിന്റെ കരങ്ങളിലേക്ക് തരുന്നു കർത്താവെ. വയറ്റ് വേദന, പ്രഷർ, ഷുഗർ, കൊഴുപ്പ്, ക്രിയാറ്റിൻ, ഇതെല്ലാം നിന്റെ കരങ്ങളിലേക്ക് തരുന്നു. പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തളബാധ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ ഇടപെടണേ, സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആത്മഹത്യ പ്രേരണയുള്ള നിന്റെ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. മദ്യപാനികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മെന്റൽ രോഗികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ കരങ്ങൾ ദൈവമേ പുറമേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഇന്ന് എത്രയോ എണ്ണം മണ്ണ് വഴിയായി കടന്നു പോയല്ലോ കർത്താവേ. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന നിന്റെ കർത്താവേ, നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ. അനാഥാലയങ്ങളെ, വൃദ്ധമന്ദിരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ നോക്കാതെ അനാഥാലയത്തിൽ കൊടുക്കുന്ന എല്ലാ മക്കൾക്കും മാനസാന്തരം കൊടുക്കണം പിതാവേ. നീ അനുഗ്രഹിക്കണം. എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു യേശു നാമത്തിൽ തന്നെ. ആമേൻ.